അസ്സലാമു നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഒരാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത്തിരി ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാർ വളരെ ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അച്ചാർ എന്ന് പറഞ്ഞാൽ. അത് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണേക്കാളും ബെസ്റ്റ് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ 4 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതാക്കി സ്ലൈസ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് ഒന്നിങ്ങനെ വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇതുപോലെ വഴറ്റി കഴിഞ്ഞാൽ അത് ശരിക്കും വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു 2-3-4 സെക്കൻഡോളം ഇങ്ങനെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു 700 ഗ്രാം ഉണ്ടാവും. അത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട്. വെളുത്തുള്ളി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ വലിയ വെളുത്തുള്ളിയാണ്, അപ്പൊ ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടുള്ളത്. ഈ ചെറിയ നാടൻ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യാതെ നേരിട്ടിടാം. അപ്പോൾ വെളുത്തുള്ളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇത്രയും വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇനി ഒരു 4 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ മുളക് പൊടി നോർമൽ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 സ്പൂണ് നോർമൽ മുളക് പൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 4 സ്പൂണാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് നമ്മുടെ ഫെനുഗ്രീക്ക് പൗഡർ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത പൊടികളും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വെളുത്തുള്ളി 3/4 ഭാഗത്തോളം വെന്ത വെളുത്തുള്ളി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് പോലെ ആക്കിയെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ ശരിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പച്ച കുത്തൊക്കെ പോയി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വിനെഗർ ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് എണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത എണ്ണ കൂടാതെ ലാസ്റ്റ് ഇതുപോലെ ഒരു സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാർ റെഡി ആയി കഴിഞ്ഞാൽ വേറെ പാത്രത്തിലേക്ക് ഇപ്പൊ എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. ഈ നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഒരു 2-3 മണിക്കൂർ വെക്കുക. അതിനുശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഭരണിയിലേക്കോ അല്ലെങ്കിൽ ബോട്ടിലേക്ക് മാറ്റാം. അതല്ലാതെ നിങ്ങൾ ഇപ്പൊ തന്നെ എടുത്തിട്ട് വേറെ ബോട്ടിലേക്ക് വെക്കരുത്, കേടായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഒരു 1-2 മണിക്കൂർ വെക്കുക, 2-3 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഏത് അച്ചാറായാലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമന്റുകൾ നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ എല്ലാവരും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം.